സ്നേഹിതരെ, ഇന്ന് നാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അവസാന ഭാഗത്തോട്ട് പ്രവേശിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. ഇന്ന് ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ദിവ്യകാരുണ്യ സ്വീകരണം ഒരു വിശ്വാസിക്ക് കിട്ടുന്ന അതിമഹത്തായ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. അപ്പമായി തീർന്ന തമ്പുരാനെ സ്വീകരിക്കുവാനുള്ള സമയം. ആരാധനയുടെ ഭാവത്തോടെ വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, നന്ദി പറയണം. ധൂർത്തപുത്രൻ മടങ്ങി വന്നതുപോലെ ആ പിതൃസ്നേഹത്തിലേക്ക് നമുക്കും മടങ്ങി വരാം. കാൽവരി മലയിൽ വെച്ച് ഈശോ പറഞ്ഞത് ഓർക്കാം. പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ആത്മാവിനെയാണ് വിശുദ്ധ കുർബാനയിൽ നാം സ്വീകരിക്കുന്നത്. എൻ്റെ ഈശോയെ, അങ്ങയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈ സമയത്ത് എൻ്റെ ഈശോയെ എനിക്ക് കാണാം, തൊടാം, അനുഭവിക്കാം. എത്ര ഭാഗ്യപ്പെട്ട, എത്ര അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ് നാം. നമ്മുടെ ഈശോ ഈ സമയം നമ്മോട് സംസാരിക്കാറുണ്ട്. കേൾക്കാറുണ്ടോ? മകനെ, മകളെ, നിന്നെ വേദനിപ്പിച്ചവരോട് പൂർണ്ണമായി ക്ഷമിക്കുവാൻ സാധിക്കുമോ നിനക്ക്? നിന്റെ ശത്രുവിനെ സ്നേഹിക്കുവാൻ സാധിക്കുമോ നിനക്ക്? പരാതി പറയാതെ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കുമോ നിനക്ക്? ചെറിയവരിൽ ചെറിയവനായി എളിമപ്പെടുവാൻ സാധിക്കുമോ നിനക്ക്? എല്ലാവരോടും കരുണ കാണിക്കുവാൻ സാധിക്കുമോ നിനക്ക്? എന്നാൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ നിനക്കിത് സാധിക്കും. കാരണം നീ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. എൻ്റെ ക്ഷമയും എൻ്റെ സ്നേഹവും എൻ്റെ കരുണയും എൻ്റെ എളിമയും എൻ്റെ സഹനശേഷിയും എൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിലൂടെ എൻ്റെ രക്തം പാനം ചെയ്യുന്നതിലൂടെയും നിനക്ക് കിട്ടും. ആഗ്രഹിക്കൂ, വിശ്വസിക്കൂ, ഇത് കിട്ടിയിരിക്കും. മനുഷ്യകുലത്തിന് ദൈവം തന്ന ദാനമാണ് ദിവ്യകാരുണ്യം. ഈ ദാനത്തെ അമൂല്യ നിധിയായി കരുതൂ. മരണം വരെ ഈ ദാനം സ്വീകരിക്കുവാനുള്ള കൃപ കിട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുർബാന സ്വീകരണം നടന്നില്ലെങ്കിൽ നമ്മുടെ ബലി അർപ്പണം പൂർണ്ണമാവില്ല എന്ന് ഓർത്തിരിക്കണം. നിത്യതയുടെ അപ്പമാണ് നാം ഭക്ഷിക്കുന്നത്. ഇങ്ങനെ നാം ഈശോയുടെ നിത്യതയിൽ പങ്കുപറ്റുന്നു. ഈ അപ്പം നമുക്ക് സ്വർഗാനുഭവം തരുന്നു. ഈ സ്വർഗാനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ കടപ്പെട്ടവരാണ് നാം. ക്രിസ്തുവിൻ്റെ തിരുരക്തം പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നു. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. ദൈവിക ജീവൻ നൽകുന്നു. മരിച്ചവരുടെ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷ കൈവരുന്നു. സ്വർഗത്തിൽ നവമായ ജീവിതം വാഗ്ദാനം ചെയ്യുന്നു. ഈ വിശ്വാസത്തോടെ വേണം നാം തമ്പുരാൻ്റെ തിരുശരീരം ഭക്ഷിക്കാൻ, തിരുരക്തം പാനം ചെയ്യാൻ. ക്രിസ്തുവിൻ്റെ രക്ഷ കിട്ടുന്ന സമയമാണിത്. അനുഗ്രഹം ചൊരിയുന്ന നിമിഷമാണിത്. ഭയഭക്തി ബഹുമാനത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ, ബലിപീഠത്തോട് ചേർന്ന് നിന്നാൽ എൻ്റെ തമ്പുരാൻ എൻ്റെ ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ എല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എന്നെ അനുഗ്രഹിക്കും. വിശുദ്ധ കുർബാന പരിശുദ്ധ പിതാവിൻ്റെ ദാനമാണ്. പുത്രൻ തമ്പുരാൻ്റെ ശരീര രക്തങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ്. ഇങ്ങനെ കുർബാന സ്വീകരണം വഴി നാം പരിശുദ്ധ ത്രിത്വവുമായി ബന്ധപ്പെടുന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പറയാം: ഈശോയെ, അങ്ങയുടെ തിരുരക്തം എൻ്റെ സംരക്ഷണം. ഈശോയെ, സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് നമ്മുടെ കാവൽമാലാഖയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. വിശുദ്ധ യോഹന്നാൻ 6:56 ഇപ്രകാരം പറയുന്നു: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.
ഈ വചനം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ചോദിക്കാം: ഈശോയെ, അങ്ങയുടെ ക്ഷമ, അങ്ങയുടെ എളിമ, അങ്ങയുടെ കരുണ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ ജ്ഞാനം, അങ്ങയുടെ സൗമ്യത, അങ്ങയുടെ ശുശ്രൂഷ മനോഭാവം പാപിയായ എനിക്കും തരാമോ? വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗമാണ് സമാപന ശുശ്രൂഷ. ഈ സമയം വിശുദ്ധ കുർബാനയിലൂടെ കിട്ടിയ നിരവധിയായ ചിന്തകൾക്കും അനുഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുന്നു. പുരോഹിതൻ കൈകൾ ഉയർത്തി ദൈവജനത്തെ ആശീർവദിക്കുന്നു. ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരെ മാറ്റി നിർത്തി ഇരു കൈകളും അവരുടെ നേരെ ഉയർത്തിക്കൊടുത്ത അതേ ആശീർവാദമാണ് ഇപ്പോൾ നമുക്കും ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പാതയിലും ഈശോ കടന്നു വരുന്നുണ്ടെന്നുള്ള ഓർമ്മ നമ്മിൽ ശക്തമായിട്ടുണ്ടാകണം. ആശീർവാദത്തിന് ശേഷം കാർമ്മികൻ വിടവാങ്ങൽ പ്രാർത്ഥന ചൊല്ലി ബലിപീഠം ചുംബിച്ച് വിടവാങ്ങുന്നു. ഈ സമയം അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് കാർമ്മികനെ ആശീർവദിച്ചതിന് ശേഷം നമ്മെയും ആശീർവദിക്കുന്നുണ്ട്. ആ സമയം നാം അവിടെ ദേവാലയത്തിലുണ്ടായിരിക്കണം. ദിവ്യബലി അർപ്പിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് വിശുദ്ധ കുർബാന ഉൾക്കൊണ്ട് മടങ്ങുന്ന കാർമ്മികനും ദൈവജനവും സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങിത്തിരിച്ച ശിഷ്യനെ പോലെ വചനം പ്രസംഗിച്ച് ജീവിച്ച് രക്തസാക്ഷിയാകുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ അർത്ഥത്തിലാണ് കാർമ്മികനോടൊപ്പം ദൈവജനം ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന അർപ്പിച്ചു മടങ്ങുന്ന ഓരോ വിശ്വാസിക്കും വചനം പ്രസംഗിക്കുവാനും വചനാധിഷ്ഠിതമായി ജീവിക്കുവാനും ഈശോയുടെ ബലിയിൽ പങ്കുകാരാവാനും തീഷ്ണതയുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം കേന്ദ്രമായിരിക്കണം. ഇടവക ദേവാലയം കേന്ദ്രമായിരിക്കണം. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ 2 ദിനവൃത്താന്തം 7:15 എന്ന ഈ വചനം ഓർക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ദേവാലയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. നമ്മുടെ തമ്പുരാൻ പറഞ്ഞ ഈ വചനം എത്ര ആശ്വാസദായകമാണ്. നമ്മുടെ ദേവാലയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം, സ്തുതിക്കാം. നാം വിശുദ്ധ കുർബാനയെ സമീപിക്കുന്ന രീതിയെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്. ഒരു അനുഷ്ഠാനം എന്ന രീതിയിലാണ് നമ്മിൽ പലരും വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നത്. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. പിന്നീടുള്ള നമ്മുടെ ദൈനംദിന ജീവിതവുമായി നാം വിശുദ്ധ കുർബാനയെ ബന്ധപ്പെടുത്തുന്നില്ല. ഈശോയുടെ സ്നേഹത്തിൻ്റെ പരമമായ പ്രകടനമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ സ്നേഹത്തെ നാം മനസ്സിലാക്കി അത് അനുഭവിച്ച് മറ്റുള്ളവരിൽ, അതായത് നമ്മുടെ ജീവിത പങ്കാളിയിൽ, മാതാപിതാക്കളിൽ, മക്കളിൽ, സഹോദരങ്ങളിൽ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ, സമൂഹത്തിൽ പകരുമ്പോഴാണ് വിശുദ്ധ കുർബാന ഫലദായകമാകുന്നത്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാറ്റം വരുന്നത്. ഇതിനായി നമ്മുടെ സർവസമ്പന്നനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി. ബലിയുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ ഇക്കാലം അത്രയും കണ്ട ബലി ഫലമില്ലാതെ പോയോ എന്നോർത്ത് വിഷമിക്കേണ്ട. അജ്ഞതയുടെ കാലം ദൈവം കണക്കിലെടുക്കില്ല. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഈ പഠനം ഇവിടെ അവസാനിക്കുകയാണ്. എന്നെ ഇതിന് ഒരുക്കിയ, സഹായിച്ച പരിശുദ്ധാത്മാവിന് നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിനെയും സകല പുണ്യവാന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു. പാപിയായി എനിക്കിത് പൂർത്തിയാക്കുവാൻ സാധിച്ചല്ലോ എന്നോർത്ത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങുന്നു. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവർ, ഇത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇവരിൽ ചിലരെങ്കിലും ഇത് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നോ? വിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കുവാനും പല വിചാരം കൂടാതെ
ബലി അർപ്പിക്കുവാനുമുള്ള കൃപ കുറച്ചെങ്കിലും ഈ പഠനത്തിലൂടെ കിട്ടിയോ? നിങ്ങളുടെ ആത്മാർത്ഥമായ മറുപടി കമൻറ്റ് ബോക്സിലൂടെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.